ബിഗ് പോക്കറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേർലി ടീച്ചർ. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തായിരുന്നു. എല്ലാവരും അത് ചെയ്തായിരുന്നു. 1-2 ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു തിരിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ഒരെണ്ണം ചെയ്യാം. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരുടെ ഹോംവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലും പെന്നും ഒക്കെ എടുത്തിട്ട് ആ ടേബിളിൽ തന്നെ ഇട്ടിട്ട് പോകും. സാധാരണ അതാണ് പതിവ്. നമുക്ക് അവരെ അതൊന്ന് അടുക്കി വെച്ച് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് വെക്കാൻ അവരെ ശീലിപ്പിക്കും. അതിനായിട്ട് നമുക്കൊന്ന് തെർമോക്കോൾ വെച്ച് എങ്ങനെ ഒരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തെർമോക്കോൾ പ്ലേറ്റ് ആണ്. ഇങ്ങനെ കുഴിവുള്ള തെർമോക്കോൾ പ്ലേറ്റ് 2 എണ്ണം, എന്തെങ്കിലും കളർ പേപ്പർ, ഒരു ബോക്സ് കട്ടർ, പെൻസിൽ, കത്രിക, പിന്നെ ഒരു കളർഫുൾ നൂല്, വലിയ സൂചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ തെർമോക്കോൾ പേപ്പർ പ്ലേറ്റ് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്യാം. സ്കെയിൽ വെച്ചിട്ട് നേരെ വരാനാണ് സ്കെയിൽ വെച്ചേക്കുന്നത്. നേരെ പകുതി മുറിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പെന്നിനൊക്കെ നീളം ഉള്ള പെന്നാണെങ്കിൽ ഇതിലേ കാണത്തുള്ളൂ. അതാകുമ്പം കുറച്ചേ ഉള്ളെങ്കിലും കാണാൻ സാധിക്കും. ഇതുണ്ട്. ഇപ്പം ഇതിൻ്റെ പകുതി ഇടും, ഒരു പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ഇടും. ഇനി നമ്മൾ അടുത്ത പ്ലേറ്റിൻ്റെ ഇത് കണ്ടോ ഉൾവശത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുവാണ്. കണ്ടോ, ഇപ്പോൾ ഒരു പോക്കറ്റ് പോലെ ആയില്ലേ. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ തെർമോക്കോള് നമുക്ക് വേണേൽ ഒട്ടിക്കാം, പക്ഷേ ഫെവിക്കോള് വെക്കുമ്പോൾ ദൂരികിപ്പോവും. അതുകൊണ്ട് ഫെവിക്കോള് വെക്കണ്ട, നമുക്ക് തയ്ച്ചെടുക്കാം. ഒരു സ്റ്റിച്ച് ചെയ്യാം. ഇതുണ്ടോ, ഒരു സൂചിയുണ്ട്. ഇതിന് വൂളൻ ത്രെഡാണ് ഏറ്റവും നല്ലത്. ഇത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ പുതിയൊരു സ്റ്റിച്ച് എടുക്കുവാണ്. കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. സൂചിയൊക്കെ കയ്യിലും കണ്ണയിലും ഒന്നും കുത്തി കയറല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് എടുക്കാം. കണ്ടോ, ഇങ്ങനെ ക്രോസ് വന്നു. ഇനി ഇത് തീർന്നു കേട്ടോ, തയ്ച്ചു. ഇവിടെ കൊണ്ടുവന്ന് തീരുക, കട്ട് ചെയ്ത് മാറ്റി. ഇത് കണ്ടോ, ഇങ്ങനെയായി, പോക്കറ്റായി. ഇവിടെ കണ്ടോ, ഇതിൽ ഒരു പോക്കറ്റായി. ഇനി നമുക്ക് ഈ ഭാഗത്തെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയും ഭാഗം ഒന്നും ചെയ്യേണ്ട, കാരണം പെന്നൊക്കെ ഇതിനകത്ത് ഇടുന്നതല്ലേ. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചൊക്കെ കൊടുക്കാം. ഇവിടെ വേണേൽ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യുവോ കളർ വല്ലതും ഒട്ടിച്ചോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റോ കളർ ഷീറ്റോ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിൽ, ഞാൻ ചുമ്മാ റൗണ്ട് ഷേപ്പിൽ അങ്ങ് വെട്ടുക. മാറ്റി. ഇനി ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലൂ സ്റ്റിക്കാണ്. ഗ്ലൂ സ്റ്റിക്ക് അതെടുത്ത് ഇത് കണ്ടോ ഒട്ടിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പല കളർ ഇവിടെ ഒട്ടിക്കാം. പല സീക്വൻസ് തിളക്കമുള്ള എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിക്കാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതുപോലെ കട്ടിയുള്ള നൂലെടുക്കുക. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മുടെ സൂചി, വലിയ സൂചി, അതിലോട്ട് ഈ നൂല് കോർക്കണം. സൂചി വെച്ച് നമുക്ക് ഇവിടെ ഒരു കുത്തിടാം. ഇവിടെ ഒരു കിഴുത്തയിട്ടു, അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു കിഴുത്തയിട്ടു. കണ്ടോ, ഇനി ഈ നൂല് അതിനകത്തൂടെ പുറത്തെടുക്കാം. നൂല് അതിനകത്തൂടെ വെളിയിലെടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ കിഴുത്തേക്കകത്തൂടെ അതും പുറത്തേക്ക് എടുക്കണം. ഈ ഹോളിൽ കൂടെ ഇത് പുറത്തേക്ക് എടുത്തു. ഇനി ഇത് കൂട്ടിക്കെട്ടാം.
നീളം നോക്കിയിട്ട് നമ്മളുടെ വോളിൽ എത്ര നീളം വേണം അത്രയും നീളം നോക്കിയിട്ട് കൂട്ടിക്കെട്ടാം. കണ്ടോ, മിച്ചമുള്ള നൂല് നമുക്ക് കണ്ടിച്ച് കളയാം. ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, ഒരു വശമായി. ഇതിനി നേരെ നിൽക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇതിന്റെ പുറകിൽ കണ്ടോ നൂല് പോയിട്ടുണ്ട്, അതും കൂടെ ഇങ്ങോട്ട് പിടിക്കാം. ഇനിതേ ഇതിങ്ങനെ ബോളിൽ ഒരാണി അടിച്ച് ഇത് തൂക്കിയിടാം. ഇതിന്റെ പ്രയോജനം എന്താണെന്നറിയാവോ? കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ നമ്മുടെ പെൻസിൽ പെൻ ഹോൾഡർ ഹാങ്ങിങ് ഹോൾഡർ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാൻ സാധിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കൊച്ചുങ്ങളെയും ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. പേരൻസ് അത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് കളർഫുൾ ആക്കാം. നിങ്ങൾക്ക് ഇത് വേണേൽ പെയിൻറ്റ് ചെയ്തിട്ട് തെർമോക്കോൾ പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല ഇങ്ങനെ വൈറ്റ് ബോർഡ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ഞങ്ങൾക്ക് അയക്കണം. ഞങ്ങളുടെ ഫോൺ നമ്പർ താഴെയുണ്ട്, അതിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ട് ഇനി കാണുന്നവരേക്കും ബൈ.